സൈക്കോളജി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉള്ളവരാണല്ലോ അല്ലേ ഈ വീഡിയോ കാണുന്നവരൊക്കെ. അപ്പോൾ നമ്മളുടെ LP UP സിലബസിൽ സൈക്കോളജിയുടെ ടോപ്പിക്സ് നമുക്ക് തന്നിരിക്കാൻ നോക്കാം. പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ, തിയറീസ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഏതൊക്കെയാണ് തിയറീസ് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ടച്ച് പോയവർക്ക്, അതായത് ഒരുപാട് വർഷമായി ബി എഡും DL.ED ഒക്കെ പാസ് ഔട്ട് ആയിട്ട് അങ്ങനെയുള്ളവർക്ക് ടച്ച് പോയി കഴിയുമ്പം ഇവിടെ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് സൈക്കോളജി ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ച സംശയങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് അറിയുന്നവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഓരോ ടോപ്പിക്കിലും ഏതൊക്കെയാണ് എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ള ചോദ്യത്തിനൊരു മറുപടിയാണ്. ഇതെൻ്റെ കഴിഞ്ഞ വർഷത്തെ സിലബസാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറേ വരയും കുറിയും ഏറ്റവും വൃത്തിയായിട്ടുള്ളൊരു സിലബസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ വരയും കുറിയും കുത്തും കോമയൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും എന്ന ചോദ്യത്തിന് ഈ ഒരു ബുക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ, നമ്മളുടെ ഡോക്ടർ NK അർജുനൻ സാറിൻ്റെ ബുക്കാണ്. അപ്പോൾ ഞാൻ MD ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു അർജുൻ സാറ്. അപ്പോൾ അർജുൻ സാറ് ഗിഫ്റ്റായിട്ട് നമുക്ക് തന്ന ബുക്കാണ് ഇത് കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് ഈ ഒരു ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കുമല്ലോ, BEd കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ബുക്ക് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് പുസ്തകം കേട്ടോ, സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ബുക്ക് പഠിക്കാനല്ല കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ലേണിംഗ് തിയറീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തിയറീസ് പഠിക്കണം അങ്ങനെയൊക്കെ സംശയം ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കണ്ടൻറ്റ് പേജ് എടുക്കുക. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമ്മൾ സൈക്കോളജി പഠിക്കുന്നതായിരിക്കും ഈ LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് DL.ED അല്ലെങ്കിൽ BEdൻ്റെ പുസ്തകങ്ങൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് മലയാളത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് KTET-നാണെങ്കിലും LP UPക്കാണെങ്കിലും നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുന്നത് ഈ DL.EDൻ്റെ പുസ്തകങ്ങളാണ്. മലയാളത്തിലാണ് ആ ഒരു പുസ്തകങ്ങളുള്ളത്. അപ്പോൾ ജസ്റ്റ് നോക്കൂ, ഇതിൻ്റെ കണ്ടൻറ്റ് പേജ് ഒന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ആൻ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. അപ്പോൾ സൈക്കോളജിയിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. സൈക്കോളജിക്ക് ഒരു ആമുഖം എന്ന രീതിയിൽ നമ്മൾ ആ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന എഡ്യൂക്കേഷണൽ സൈക്കോളജിയായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ പഠിച്ചോളണം എന്നില്ല, നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം. പിന്നെ കണ്ടോ, മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അപ്പോൾ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ ക്രമത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മെത്തേഡ്സ് ആൻഡ് ടൂൾസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ തന്നെ കുറേ തിയറീസും വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ആസ്പെക്ട് ഓഫ് ഡെവലപ്മെൻറ്റിൽ കണ്ടോ ഏതൊക്കെ തിയറീസ് എവിടേക്കാണ് ഏത് രീതിയിലാണ് അത് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതെന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സിലബസ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ തിയറീസ് ഓഫ് ലേണിംഗ് ആണ് ഈ ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്നാണ്. അപ്പോൾ കണക്ഷൻ പോയവർക്ക് എന്താണ് അത് ഏത് തിയറിയാണ് പഠിക്കേണ്ടതെന്നുള്ള രീതിയിലുള്ള കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഇൻഡെക്സ് പേജ് ഫോളോ ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ ഒന്നും നമുക്ക് സ്കിപ്പ് ആവത്തുമില്ല, നല്ല രീതിയിലൊരു കണക്ഷനും കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഒരു നല്ലൊരു ഓർഡറിൽ പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ, ലേണിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എന്താണ് ലേണിംഗ് പ്രോസസ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലേണിംഗ് എന്താണ്, ലേണിംഗ് കർവ്, ലേണിംഗ് പ്ലാറ്റ്യൂ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ് അല്ലേ. പിന്നെ കർവ്സ് ഓഫ് ഫോർഗറ്റിങ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, അതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന ടോപ്പിക്കുകളാണ്. പിന്നെ തിയറീസ് ഓഫ് ലേണിംഗിൽ ബിഹേവിയറിസ്റ്റ് തിയറീസ്, അതിൻ്റെ അണ്ടറിൽ ഏതൊക്കെ പഠിക്കണം. കണ്ടോ കണക്ഷൻ കിട്ടുന്നത് കണ്ടോ. തോണ്ടേക്ക്, പാവലോ, സ്കിന്നർ, ഹള്ള്. അപ്പോൾ എന്തായി ബിഹേവിയറിസ്റ്റ് തിയറീസ്. അപ്പോൾ അവരുടെ ബിഹേവിയറിസ്റ്റിൻ്റെ ലേണിംഗ് തിയറി പഠിച്ചു കഴിയും ഇവിടെ എത്തുമ്പോൾ. പിന്നെ കോഗ്നേറ്റീവ് ഫീൽഡ് തിയറിയിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഇൻസൈറ്റ് ലേണിംഗ് തിയറി, ലെവിൻസ് ഫീൽഡ് തിയറി, സോഷ്യൽ കോഗ്നേറ്റീവ് ലേണിംഗ് ഓഫ് ബന്ധൂര. അപ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടും, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഇനി നമുക്ക് എത്രത്തോളം പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ്, ഈ ബുക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇംഗ്ലീഷിലായതുകൊണ്ട് മാത്രമാണ്, സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ്, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. പക്ഷേ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് കൊണ്ട് പഠിക്കേണ്ടത് DL.EDൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വയ്ക്കുക. കൂടാതെ നിങ്ങളുടെ കയ്യിൽ സൈക്കോളജിയുടെ ഏതെങ്കിലും റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് എക്സ്ട്രാ പോയിൻറ്റ്സ് കൂടി പഠിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ രീതിയായിരിക്കും സൈക്കോളജിക്ക് ബെറ്റർ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പഠനം നല്ല എളുപ്പമായിട്ട് തന്നെ സൈക്കോളജിയുടെ ഭാഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ഞാൻ PDF ആക്കിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടുമല്ലോ, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം എന്നുള്ളത്. ഇപ്പോൾ കണ്ടോ, മോട്ടിവേഷനായി ബന്ധപ്പെട്ടിട്ട് കണ്ടോ ഏതൊക്കെ കൈൻഡ് മോട്ടിവേഷൻസ് ഉണ്ട്. പിന്നെ വരുന്നത് ഇവിടെ മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ്, അതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോഴും അതിൽ ഏതൊക്കെ തിയറീസ് വരുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടാനാണ് ഞാൻ ഈ ഒരു ഇൻഡെക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. പിന്നെ എന്താ, പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കേണ്ട തിയറീസ് ഏതൊക്കെ വരും. സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്, ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറി പഠിക്കണം.
കാൾ യുങ്ങിൻ്റെ അനലിറ്റിക്കൽ സൈക്കോളജി, എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ തിയറി, പിന്നെ ട്രേറ്റ് അപ്രോച്ചിൽ ഏതൊക്കെ വരും, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ ഏതൊക്കെ വരും, ആ രീതിയിലുള്ളൊരു കണക്ഷനാണ് ഈ ഒരു ബുക്ക് ഉപയോഗിച്ചാൽ നമുക്കത് ഒരു ഓർഡറിൽ സൈക്കോളജി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ കമ്പയർഡ് ടു നമ്മുടെ ഈ ഒരു LP-UPയുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് ഭാഗത്ത് ഏത് തിയറികൾ പഠിക്കണം അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മളുടെ സൈക്കോളജി ക്ലാസ് യൂട്യൂബിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഈ അർജുൻ സാറിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റിന് റിലേറ്റഡ് ആയിട്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുക, ഈ ഒരു ഓർഡറാണ് നമ്മൾ ഫോളോ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈക്കോളജിയിലെ എല്ലാ കാര്യങ്ങളും കവർ ആവുകയും ചെയ്യും, നമ്മൾ പഠിക്കുന്നതിനൊരു ഓർഡർ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, വിദ്യാഭ്യാസ പ്രോജക്റ്റ്, കേരള പാഠ്യപദ്ധതി സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, കമ്മീഷനുകൾ, ഇതൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ തിയറീസ് വാരി വലിച്ച് പഠിക്കാതെ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്താൽ നല്ല കറക്റ്റായിട്ടൊരു മെത്തേഡിൽ നമുക്ക് സൈക്കോളജി ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സംശയം പറഞ്ഞവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സൈക്കോളജി ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.